ഹലോ! ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡബിൾ ചെയിൻ സ്റ്റിച്ച് ആണ്. ഞാനിങ്ങനെ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത് വേറൊന്നുമല്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ നമ്മൾ ലൈൻ വരച്ചു കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നോർമലി ചെയ്യണ പോലെ ലോക്ക് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ സാധാരണ ചെയ്യുന്ന പോലെ ചെയിൻ ഇട്ട് പോവാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നോർമലി ബിഗിനേഴ്സിന് പറ്റുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വരെ വീഡിയോ കാണണം. നീഡിൽ ഹോൾഡ് ചെയ്യണതൊക്കെ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിത് കുറച്ചും കൂടെ ഒരു ലോങ് ആയിട്ട് സ്റ്റിച്ച് ഇടുന്നുണ്ട്. വേറൊന്നുമല്ല, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ കൊളുത്തി എടുക്കുന്നത് ആ ഒരു കൊളുത്തിന്ന് ഈ ഒരു ത്രെഡ് വിട്ടു പോവാതെ നോക്കണം. മാക്സിമം ഈ ഒരു നീഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കുക കേട്ടോ. അറ്റം വരെ നമ്മൾ ചെയിൻ സ്റ്റിച്ചിട്ട് പോവാണ്. കുറച്ച് നീട്ടി എടുത്തത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എൻഡ് വരെ ഇതുപോലെ തന്നെ ചെയിനിട്ട് പോയ ശേഷം നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് തിരിയണതിന് മുമ്പ് ഒരു ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അടുത്തായിട്ട് ചെയിൻ ഇടുക. ചെയിൻ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ചെയ്ത ചെയിൻ സ്റ്റിച്ചിന്റെ തൊട്ടടുത്ത് കൂടെ തന്നെ വേണം അടുത്ത ചെയിൻ ഇടാൻ. നീക്കി അകലെയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ വൃത്തിയുണ്ടാവില്ല. തന്നെയല്ല, നമ്മൾ ഫസ്റ്റ് നീഡിൽ കുത്തിയ ആ ഒരു സ്പേസിൽ തന്നെ വേണം സെക്കൻഡ് ചെയിൻ്റെയും നീഡിൽ കുത്താനായിട്ട്. ഒരു നീഡിൽ കുത്തിയതിൻ്റെ ഹോളിൻ്റെ തൊട്ടപ്പുറത്ത് കൊണ്ടുവന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലോത്ത് അടിയിൽ കാണും. അപ്പോൾ ഒരു വൃത്തിയായിട്ട് ആ വർക്ക് ഇരിക്കില്ല. അതത് നീഡിൽ കുത്തിയ സെയിം ഹോളിൻ്റെ തൊട്ടടുത്ത് തന്നെ വേണം, മാക്സിമം അടുത്ത് തന്നെ ചെയ്യാം. സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ചെയ്ത ചെയിൻ്റെ ആ ഒരു ഹോൾ, അതായത് നീഡിൽ കുത്തിയ സെയിം ഹോളിൻ്റെ തൊട്ടടുത്ത് തന്നെ വേണം നമ്മൾ ഡബിൾ ചെയിൻ്റെ സെക്കൻഡ് ചെയിനും നീഡിൽ കുത്താനായിട്ട്. ഒരിക്കലും രണ്ട് ദിക്കിലായിട്ട് ചെയ്യരുത്. തന്നെയല്ല, അടുപ്പിച്ച് തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. മാക്സിമം നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാം. ആ ഒരു ആദ്യത്തെ ചെയിൻ്റെ സെയിം നീഡിൽ കുത്തിയ സ്പേസിൽ തന്നെയാണ് നമ്മൾ സെക്കൻഡ് ചെയിനും കുത്തുന്നത്. ഈ സ്റ്റിച്ച് നമ്മൾ എന്തിനാണെന്നറിയാമോ ചെയ്യുന്നത്? നമ്മൾ ബ്ലൗസ് ഒക്കെ ചെയ്യുമ്പോൾ നെക്ക് ലൈൻ അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലാസ്റ്റ് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ ശേഷം അടുത്തത് ഞാൻ ആ പറഞ്ഞ ടിപ്പ് പറഞ്ഞു തരാം. അതായത് നമ്മൾ ആരി വർക്കൊക്കെ ചെയ്ത് പ്രാക്ടീസായി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ടൈമിൽ എൻഡ് നോട്ട് ഇടുമല്ലോ. എൻഡ് നോട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം, എപ്പോഴും പറ്റില്ല എന്നാലും ചില സമയങ്ങളിൽ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, ലാസ്റ്റ് ലൈൻ നമ്മൾ ആ ഒരു ലൂപ്പ് കുറച്ച് നീട്ടിയാണല്ലോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെ നമ്മൾ എൻഡ് നോട്ട് ഇടാനായിട്ട് വലിച്ച് നീട്ടി ലൂപ്പ് എടുത്തിട്ട് ആദ്യത്തെ ലൂപ്പ് കുറച്ച് ചെറുതായി പോവും. മീൻസ് ആദ്യം എടുത്ത ലൂപ്പ് കുറച്ച് ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കെട്ടിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആ ഒരു ഭാഗം കുറച്ച് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി നിൽക്കുക. നമ്മൾ എത്ര വലിച്ചാലും താഴോട്ട് പോരില്ല. ഒരുപാട് നമ്മൾ വലിച്ചു കഴിയുമ്പോൾ നമ്മൾ മെഷീൻ ത്രെഡോ അല്ലെങ്കിൽ ചെറിയ ത്രെഡൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ബലം പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ മറ്റേ ത്രെഡ് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ ബലം പിടിച്ച് അവിടെ വലിക്കാൻ നിൽക്കാതെ ഈ ഒരു ഇങ്ങനെ ഒരു പൊങ്ങി നിൽക്കുന്ന ലൂപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഒന്നും കൂടെ നീഡിൽ കുത്തിയതിന് ശേഷം താഴേന്ന് നമ്മൾ ത്രെഡ് വലിച്ചിട്ട് ഒരുപാട് ദൂരെ നീക്കി കുത്തരുത്. നീക്കി കുത്തി കഴിയുമ്പോൾ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വരില്ല. ഫസ്റ്റ് ആ ഒരു അതായത് എൻഡ് നോട്ടിന്റെ തൊട്ടടുത്ത് തന്നെ വരച്ചിട്ട് ഇതുപോലെ ആ നീണ്ടു നിൽക്കുന്ന ഭാഗം പതുക്കെ താഴോട്ട് വലിച്ച് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ആ ഒരു ഭാഗം പൊങ്ങി നിൽക്കില്ല. ഇതെപ്പോഴും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഇതൊരു മിസ്റ്റേക്കാണ്. ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് നമ്മൾ അത് വർക്ക് അഴിച്ച് കളയുന്നതിനേക്കാളും നല്ലത് ഇതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആക്ച്വലി ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെ നീണ്ടു നിൽക്കരുത് എൻഡ് നോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ. ഇൻ കേസ് നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു മെഷീൻ ത്രെഡിന് മേ ബി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പക്ഷെ ചെറിയ ത്രെഡ് അതുപോലെ തന്നെ നൈലോൺ ത്രെഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മെഷീൻ ത്രെഡിന് യൂസ് ചെയ്യാവുന്നതാണ്. അതധികം ഈ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. സാധാരണയായിട്ട് ഈ ഒരു 2 ത്രെഡ് വെച്ച് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതലും നൈലോൺ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ബീഡ്സ് വർക്കൊക്കെ ചെയ്യുന്നത്. എൻഡ് നോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ത്രെഡ് നീണ്ടു നിൽക്കാവുന്ന ഒരു പ്രശ്നം വരുന്നത് കൂടുതലും ഇതുപോലെ നൈലോൺ ത്രെഡ് അതുപോലെ തന്നെ ചെറിയ ത്രെഡ് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള ടെക്നിക്ക് യൂസ് ചെയ്യാം. മാക്സിമം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.